2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള തലമുതിർന്ന അധികാര മോഹികൾ, സ്ഥാനമോഹികൾ. അപ്പോൾ അവർക്ക് നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MP-മാർ എല്ലാവരും മുതിർന്നവരാണ്, പലവട്ടമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ കാസർഗോഡ് നിന്നാണ് വിജയിച്ചിരിക്കുന്നത്. തോറ്റ് അവസാനം കാസർഗോഡ് എത്തി അവർ വിജയിപ്പിച്ചു 2 തവണയായിട്ട് MP-യാണ്. അതുപോലെ K. സുധാകരൻ, MK രാഘവൻ ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നവരാണ്. ആദ്യ സമയത്ത് നിന്നപ്പോൾ വളരെ കുറച്ച് ഭൂരിപക്ഷം, പിന്നീട് ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കോഴിക്കോട്ടുകാർക്ക് പ്രിയപ്പെട്ട ആളാണ് രാഘവേട്ട എന്നവർ തികച്ചും അങ്ങോട്ട് വിളിക്കത്തില്ല. പിന്നെ കൊടിക്കുന്നിൽ സുരേഷ്, അത് പിന്നെ മാറി കൊടുക്കത്തില്ല, പിടിച്ച് പുറത്താക്കിയാലേ നിവർത്തിയുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും അധികാര മോഹിയെ കോൺഗ്രസിനകത്ത് വേറെ ഉണ്ടോയെന്ന് സംശയമാണ്. മറ്റൊരു അധികാരമോഹിയുണ്ട്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയന്റെ കാല് കഴുകി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ 10-30 ലക്ഷം രൂപ മാസം തോറും എല്ലാം കൂടെ വാങ്ങിച്ചു പുഴുങ്ങി തിന്നുന്ന ഒരാളുണ്ടല്ലോ. പിന്നെ ശശി തരൂര് 4 തവണയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നു. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി മത്സരിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ അടൂർ പ്രകാശിനെ പാർലമെന്റിലേക്ക് വിട്ടു. കോൺഗ്രസ്സുകാർ കയ്യിലിരുന്ന സീറ്റ് അങ്ങ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. കോന്നി മണ്ഡലം. അദ്ദേഹം ഇപ്പൊ UDF-ന്റെ കൺവീനർ കൂടിയാണ്. ഇദ്ദേഹത്തിന് പണ്ടേ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാനാ താല്പര്യം, കേന്ദ്രത്തിലോട്ട് പോകാൻ യാതൊരു മോഹവുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസ് MP-മാർക്കൊക്കെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ എന്ന് പറഞ്ഞാൽ കേരളത്തെ അങ്ങ് സേവിച്ച് മറിക്കാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ, അധികാരമോഹികളെ. കാരണം ഇവരുടെ ഈ പാർലമെന്റ് സീറ്റ് നിലനിർത്തിക്കൊണ്ട് ഇവിടെ 26-ൽ നിയമസഭയിലേക്ക് മത്സരിക്കും. ജയിച്ചു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് മന്ത്രി പദവി കൊടുക്കണം. മുതിർന്ന നേതാക്കന്മാരല്ലേ, രാജ്മോഹൻ ഉണ്ണിത്താൻ, സുധാകരൻ, MK രാഘവൻ, കൊടിക്കുന്നില്, അടൂർ പ്രകാശ്. കൊടിക്കുന്നിലാന്നെ 3 മന്ത്രിമാരുടെയും കൂടെ വകുപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. പിന്നെ തരൂര്. ഇങ്ങനെ പോവുകയാണ്. അവർക്ക് കൊടുത്താലല്ലേ പറ്റുകയുള്ളൂ. മുതിർന്ന നേതാക്കന്മാരല്ലേ, അവരെ മാറ്റി നിർത്താൻ പറ്റുമോ? അപ്പൊ ഇത് കോൺഗ്രസിനകത്തെ ഒരു സംസ്കാരമാണ്. ഈ കടൽക്കിഴവന്മാരൊരിക്കലും ഒഴിയത്തില്ല. പുതുതലമുറയെ ഇവർ വളർത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ്. ഒലിപ്പിച്ച വർത്തമാനം കേട്ടാലുണ്ടല്ലോ, കേരളത്തിൽ വന്നങ്ങ് സേവിച്ച് മറിക്കാൻ വേണ്ടിയാണെന്നാണ് വിചാരിക്കുന്നത്. കാതറിട്ട് പെരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് പോലും. അപ്പൊ ഇവര് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഒരു MP-മാരും മത്സരിക്കണ്ട. ഇവരെല്ലാം കച്ച കെട്ടിയിരിക്കുകയായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ഉദുമ അങ്ങ് തെരഞ്ഞെടുത്ത് അവിടെ പ്രവർത്തനം നടത്തുകയാണ്. ഇപ്പോ ഉദുമയിൽ നിന്ന് ജയിച്ച് കേരള നിയമസഭയിൽ എത്തുക, എന്നിട്ട് UDF അധികാരത്തിൽ വരുമ്പോൾ ഒരു മന്ത്രി പദവി. അപ്പം പിന്നീട് കാസർഗോഡ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. പോയാലല്ലേ പറ്റുള്ളൂ. അവിടെ പിന്നെ ആരോ ജയിക്കട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ച് ജയിക്കണമെന്നില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ K. സുധാകരൻ കണ്ണൂർ നോക്കി വെച്ചിരിക്കുകയാണ്. ഡീൻ കുര്യാക്കോസ് പീരുമേട് നോക്കി വെച്ചിരിക്കുകയാണ്. പീരുമേട് പിന്നെ ഇപ്പൊ CPI-യുടെ കയ്യിൽ ഇരിക്കുകയാണ്. അവിടെ ഇപ്പം MLA ഇല്ല, ഒഴിഞ്ഞു നിൽക്കുകയാണ് വാഴൂർ സോമന്റെ മരണത്തെ തുടർന്ന്. ഇനിയിപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സമയം ഇല്ല. വാഴൂർ സോമന് വളരെ കുറച്ച് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. മുമ്പ് ബിജി മോളായിരുന്നു. അവിടെ CPI-യുടെ മണ്ഡലമാണ്. മുമ്പേ അവിടെ ബിജി മോളും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നത്തിൽ തന്നെ നിന്നതാണ്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരവും കൂടി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പീരുമേട് LDF-ന് നഷ്ടപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ ഒരു സീറ്റാണ്, ഉറപ്പിച്ചു പറയാം. അത് അവർ തന്നെ ഇല്ലാതാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ തരൂരാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കും, ജയിക്കുകയും ചെയ്യും. ശ്രീകണ്ഠനും ഒക്കെ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അടൂർ പ്രകാശിന് കോന്നി കൊടുത്താൽ അടൂർ പ്രകാശിന്റെ കൂടെ കോന്നി ഇങ്ങ് പോരും.
അത് ഉറപ്പായ കാര്യമാണ്. കാരണം കോന്നിയിൽ എന്തെങ്കിലും ഒരു വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടൂർ പ്രകാശിന്റെ കാലത്താണ്. ജനീഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധമൊക്കെ കോന്നിയിലുണ്ട്. പിന്നെ നമ്മുടെ രാഘവേട്ടൻ എന്തായാലും കോഴിക്കോട് സുഖമായിട്ട് ജയിക്കും. ഇതൊക്കെയാണ് അവരുടെ കണക്കുകൂട്ടൽ. പക്ഷെ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്, ഹൈക്കമാൻഡിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഇപ്പം ദേശീയ തലത്തില് ഒരു 100 എംപിമാരോളം ഉണ്ട്. ഇനി ഇവരെല്ലാം കൂടെ ഒരു 7 എണ്ണം ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അത് കുറയും. ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നില്ല. ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് നോട്ടമിടുന്നതെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൽ ഇനി കിടന്നിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് ഇവർക്കെല്ലാം കൃത്യമായിട്ടറിയാം. 2019 കുഞ്ഞാലിക്കുട്ടി ഇവിടുന്ന് പോയതല്ലേ? ആ പോയ അതേ സ്പീഡിൽ തന്നെ പായും തെറുത്ത് കെട്ടി അടുത്ത വണ്ടി കയറി ഇവിടെ വന്ന് തിരൂര് വന്ന് ഇറങ്ങിയില്ലേ? അദ്ദേഹത്തിന് മനസ്സിലായി ഇനി രക്ഷയില്ല എന്നുള്ളത്. ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കും മനസ്സിലായിട്ടുണ്ട്, എം പിമാർക്കും മനസ്സിലായി ഇനി BJPയുടെ ഭരണമാണ്. ഇനി അടുത്ത ഒരു 25 വർഷത്തേക്ക് കോൺഗ്രസ് തീർന്നു, കുഴിവെട്ടി മൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തെറുത്ത് കെട്ടി ഇങ്ങോട്ടേക്ക് പോരുകയാണ്. ഇനി ഇവിടെ വന്നു നിന്ന് നിയമസഭയിൽ തോറ്റു എന്ന് വിചാരിക്കട്ടെ, കുഴപ്പമില്ല. തിരിച്ച് പാർലമെന്റിൽ കക്ഷത്തിലിറങ്ങി ഇരിക്കുകയാണല്ലോ, അത് പോകുന്നില്ലല്ലോ. ഇനി ഈ നിയമസഭയിൽ ജയിച്ചു, പാർലമെന്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ്, അവിടെ ആരോ നിൽക്കുകയോ ജയിക്കുകയോ എന്ത് വേണമെങ്കിലും ആകട്ടെ, ഇപ്പൊ പാർട്ടി ഗുണപ്പെടുത്തണമെന്നൊന്നും ഈ കോൺഗ്രസിലെ നേതാക്കന്മാർക്കില്ലല്ലോ. അതാണല്ലോ അവരുടെ നാശത്തിന്റെ കാരണവും അതാണ്. അപ്പൊ ഇത് നമ്മുടെ പപ്പുമോൻ മനസ്സിലാക്കുന്നുണ്ട്. പപ്പുമോനും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാനായിട്ട് കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, KC വേണുഗോപാൽ എന്ന് പറയുന്ന ഹൈക്കമാൻഡ്. അദ്ദേഹവും തീർച്ചപ്പെടുത്തി ഈ ഒരൊറ്റ MPമാര് മത്സരിക്കണ്ട, ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും. അവിടുന്ന് ഒരു 7-8 MPമാരിങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മോദിയോട് എതിർക്കാൻ ശക്തിയില്ലല്ലോ. പിന്നെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ പപ്പുമോൻ നടക്കുകയല്ലേ, സകല പ്രതീക്ഷകളും പോകുമെന്നുള്ളത് കൊണ്ടാണ് മത്സരിക്കണ്ട എന്ന് തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു അനുമതി കൊടുക്കുന്നില്ല. ഈ രമേശ് ചെന്നിത്തലയ്ക്കായാലും സണ്ണി ജോസഫിനും ഈ MPമാർ തിരിച്ച് കേരളത്തിലോട്ട് വരുന്നതിനോട് യാതൊരു യോജിപ്പുമില്ലെന്നുള്ളതാണ്. അവർക്കറിയാം അവർ വന്നു കഴിഞ്ഞാൽ അവിടെ വേറെ വലിയ തലവേദനയാണ്. ഇവിടെ അല്ലെങ്കിലോ എല്ലാത്തിനെയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനവും എല്ലാം കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. ഇപ്പൊ സീറ്റ് വിഭജനം തന്നെ വരുമ്പോ അറിയാം, 140 സീറ്റൊന്നും പോരാ കോൺഗ്രസിന്. കോൺഗ്രസുകാർ അധികാരത്തിൽ വന്നാൽ ഇവിടെ വൻ അടി തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിലൂടെ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഈ കേന്ദ്രത്തിൽ ഈ MPമാർ ഇങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ വലിയ ദോഷം സംഭവിക്കുമെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട്. കയ്യിലിരിക്കുന്നത് കൂടെ പോകും. അപ്പൊ പലരെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടല്ലോ, അടൂർ പ്രകാശിനെയൊക്കെ പറഞ്ഞു വിട്ടത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ നിന്ന് ചിലരുടെ നീക്കമായിരുന്നു, ചിലരെ ഇവിടെ നിന്ന് അങ്ങ് അകറ്റണം. അങ്ങ് ആറ്റിങ്ങലിൽ കൊണ്ടുവന്ന് നിർത്തി അടൂർ പ്രകാശിന്. കേന്ദ്രത്തിൽ ഇപ്പൊ കോൺഗ്രസ് വരും. 19 പപ്പുമോൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ ഒരു MPയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നെല്ലാം പറഞ്ഞ് കോരിധരിപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഈ AK ആന്റണി ഏറെക്കാലം ഡൽഹിയിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ പായും തെറുത്ത് കെട്ടി ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ കാര്യം എന്താ? അദ്ദേഹത്തിന് അറിയാം ഇനി കോൺഗ്രസ് ഗുണം പിടിക്കില്ല. അദ്ദേഹം ഒരുപാട് മോഹങ്ങളും ഒക്കെ ആയിട്ട് പോയതാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊക്കെയല്ലേ അദ്ദേഹത്തിന്റെ മോനെ നല്ല വഴിക്ക് അദ്ദേഹം പറഞ്ഞു വിട്ടതും. അപ്പൊ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന MPമാരെല്ലാം അവരവരുടെ ഇടങ്ങളിൽ തന്നെ ഇരുന്നോളുക, കേരളത്തിലോട്ട് മത്സരിക്കാൻ ഇറങ്ങണ്ട.